റഷ്യയുടെ കാംചത്ക ഉപദ്വീപിൻ്റെ കിഴക്കൻ തീരത്ത് ശക്തമായ ഭൂകമ്പം. ജൂലൈ 20 ഞായറാഴ്ചയാണ് 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അനുഭവപ്പെട്ടത്. ഭൂകമ്പത്തെ തുടർന്ന് പസഫിക് സുനാമി വാർണിംഗ് സെൻറ്റർ മേഖലയിൽ സുനാമി മുന്നറിയിപ്പ് നൽകി. പിന്നീട് മുന്നറിയിപ്പ് പിൻവലിക്കുകയും ചെയ്തു. സുനാമി മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. 1,80,000-ഓളം ജനസംഖ്യയുള്ള പെട്രോ പാവ്ലോവ്സ്ക് കാംചസ്കി നഗരത്തിന് 144 കിലോമീറ്റർ കിഴക്കായി 20 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു ഏറ്റവും വലിയ ഭൂകമ്പം ഉണ്ടായതെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. ചെറിയ ഭൂകമ്പങ്ങൾ തീവ്രത കൂടിയ ഭൂകമ്പത്തിന് മുമ്പും ശേഷവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. USGSൻ്റെ റിപ്പോർട്ട് പ്രകാരം ഞായറാഴ്ച 32 മിനിറ്റിനുള്ളിൽ 3 ഭൂകമ്പങ്ങളുടെ പരമ്പര തന്നെ മേഖലയിൽ അനുഭവപ്പെട്ടു. ആദ്യം 7.4 തീവ്രത രേഖപ്പെടുത്തിയ വലിയ ഭൂകമ്പം ഉണ്ടായി. പിന്നീട് 7.5 തീവ്രതയുള്ള കുറച്ചുകൂടി തീവ്രതയുള്ള ഭൂകമ്പം അനുഭവപ്പെട്ടു. ഏകദേശം 20 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം. ഹവായ് ന്യൂസിൻ്റെ റിപ്പോർട്ട് പ്രകാരം 6.7ഉം 5ഉം തീവ്രത രേഖപ്പെടുത്തിയ 2 അധിക ഭൂചലനങ്ങൾ ഇതേ തീരദേശ മേഖലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന തന്ത്രപരമായി പ്രധാനപ്പെട്ട കാംചത്ക ക്രായിയുടെ ഭരണ തലസ്ഥാനമായി പ്രവർത്തിക്കുന്ന തീരദേശ നഗരത്തിന് ഏകദേശം 140 കിലോമീറ്റർ കിഴക്കായിട്ടാണ് പ്രഭവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാന ഭൂകമ്പ മേഖലയിൽ ഒന്നാണത്. പസഫിക് വടക്കേ അമേരിക്കൻ ഫലകങ്ങളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് നിരവധി ഉയർന്ന തീവ്രതയുള്ള ഭൂചലനങ്ങൾ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. USGSൻ്റെ ആർക്കൈവ്സ് അനുസരിച്ച് 19,000 മുതൽ 8.3-ൽ കൂടുതൽ തീവ്രതയുള്ള 7 ഭൂകമ്പങ്ങളെങ്കിലും മേഖലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1952 നവംബർ 4-ന് 9 തീവ്രതയുള്ള ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് 9.1 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ പസഫിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് ഹവായിലെത്തുകയും ചെയ്തു.